കാരണം അംജോദ് അടക്കമുള്ള ആളുകൾക്ക് BJP-യെയും ഇവിടുത്തെ സനാതനധർമ്മത്തെയും ഇവിടുത്തെ കള്ളത്തരം പറഞ്ഞ് സകലതും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നിങ്ങളുടെ വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. രണ്ട് വീരവാദികൾ പിണറായി വിജയനും VD സതീശനും BJP-യെ ഇല്ലാതാക്കാൻ പരസ്പരം ധാരണ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു ചർച്ചയും. ലോട്ടസ് ഉണ്ടെങ്കിൽ ലോട്ടസ് അധികാരത്തിൽ വരണ്ടേ? മറ്റത്തൂർ പഞ്ചായത്ത് ലോട്ടസ് ആണോ? മറ്റത്തൂർ വൈസ് പ്രസിഡന്റ് ലോട്ടസ് ആണോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലെ ലോട്ടസ്? ഞാനല്ലല്ലോ ഈ ചർച്ചയിൽ പ്രയോഗിച്ചത്, നിങ്ങളല്ലേ പ്രയോഗിച്ചത്, നിങ്ങളല്ലേ എഴുതി കാണിക്കുന്നത്. വായി തോന്നുന്നത് ചെയ്യാം, വങ്കത്തരം വിളിച്ചു പറയാം, എന്തും പറഞ്ഞ് BJP അപമാനിക്കാം. പത്തനംതിട്ടയിൽ ഇടതും വലതും ചേർന്ന് BJP പുറത്താക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഞാനൊരു കാര്യം ആദ്യമായി പറയാം. മറ്റത്തൂർ എവിടെ നിന്ന് തുടങ്ങാം? മറ്റത്തൂർ പഞ്ചായത്തിൽ നിങ്ങൾ വോട്ട് വെച്ചല്ലോ, വോട്ടിൻ്റെ കണക്ക് വെച്ചല്ലോ. മറ്റത്തൂർ പഞ്ചായത്തിൽ വോട്ട് കൂടിയ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് കുറഞ്ഞുപോയി. 2024 13,150 വോട്ട് കിട്ടിയ LDF ഇപ്രാവശ്യം കിട്ടിയത് 12,220 2020 8,999 വോട്ട് കിട്ടിയ കോൺഗ്രസിന് ഇപ്രാവശ്യം കിട്ടിയത് 7,809. എന്നാൽ BJPക്ക് 1,300 വോട്ട് കൂടുകയാണ് ചെയ്തത്. ഈ വാദ കോലാഹലങ്ങൾ നടത്തുന്ന ഈ രണ്ടുപേർ ഒരുമിച്ചിരുന്നല്ലേ ഇപ്പോൾ പത്തനംതിട്ടയിലെ അയിരൂരിൽ BJPയുടെ ഭരണം ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടല്ലേ? നമ്മളെയാണല്ലോ മച്ചമ്പി. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ്, CPM പറയാണ് ഞങ്ങൾ നരേന്ദ്രമോദി എതിർക്കാനുള്ള പ്രതിപക്ഷം. എൻ്റെ പൊന്ന് വസീബെ, ഒരു അഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയാണ് മിസ്റ്റർ CPM ഈ ഇന്ത്യയിൽ. ആ CPM-ന് നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. എന്നിട്ടല്ല നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിപ്പം ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തത് എന്താ വെച്ചാൽ, ഞങ്ങളും ഈ തീരുമാനം എടുത്തു വിചാരിക്കുക, ഇവർ പത്തനംതിട്ടയിലെടുത്ത തീരുമാനം ഞങ്ങൾ എടുത്തു വിചാരിക്കുക, എത്ര പഞ്ചായത്തിൽ എത്ര മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും താഴെ ഇറങ്ങും. ഇതൊന്നും ഏഷ്യാനെറ്റിന് ചർച്ചയല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. കാരണം അംജോദ് അടക്കമുള്ള ആളുകൾക്ക് BJP-യെയും ഇവിടുത്തെ സനാതനധർമ്മത്തെയും ഇവിടുത്തെ കള്ളത്തരം പറഞ്ഞ് സകലതും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നിങ്ങളുടെ ഫേസ്ബുക്ക്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന കളവ്, അത് അംബേദ്കർ പറഞ്ഞു എന്ന കളവ് പ്രചരിപ്പിച്ച മനുഷ്യനാണ്. അത് വിഷയമായി ഞാൻ എടുക്കാം, ഞാൻ ചർച്ച ചെയ്യാം സാർ, ഞാൻ ചർച്ച ചെയ്യാന്നേ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടേ വെക്ക്. നിങ്ങൾ അല്ലല്ല, ഞാൻ തീർക്കട്ടെ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഒരു ചർച്ച വെക്ക്. വിക്കിപീഡിയയിൽ എഴുതുന്ന ബുദ്ധമതം എന്തുകൊണ്ടാണ്? അല്ലല്ല, ഞാൻ നിങ്ങളോടാ പറയുന്നത്, ഞാൻ അംജോദാണ് പറയുന്നത്. പ്രഖ്യാപിച്ച നിങ്ങൾ BJP വിരുദ്ധരും ഈ മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഞാനും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അത് പറയണമെന്നുണ്ട്. സനാതനധർമ്മത്തെ നിങ്ങൾ അംബേദ്കറെ അപമാനിച്ചു. ആ നാട്ടിലുണ്ടായിക്കോട്ടെ, പക്ഷെ അംബേദ്കറെ അപമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അംബേദ്കറെ ഞാൻ അപമാനിച്ചിട്ടില്ല. അംബേദ്കറിനെയാണ് പിൻപറ്റുന്നത്. ഗോപാലകൃഷ്ണൻ എത്ര വഴി തെറ്റിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ സമ്മതിച്ചു തരാൻ നിവൃത്തിയില്ല. അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചിരുന്നോ? അംബേദ്കർ സനാതനധർമ്മത്തെ എങ്ങനെയാണ് നിരീക്ഷിച്ചിരുന്നത് എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. പക്ഷെ അതിന് ഇപ്പോ സമയമില്ല എന്ന് മാത്രമല്ല, അത് ഏഷ്യാനെറ്റിന്റെ അഭിപ്രായമായി ഏഷ്യാനെറ്റിന്റെ വേദിയിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞ ഒരു നിലപാടൊന്നും അല്ലല്ലോ ഗോപാലകൃഷ്ണൻ. അത് അബ്ജോദിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചല്ലേ, അത് നമുക്ക് ചർച്ച ചെയ്യാം. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അതാ പറഞ്ഞ ആ തലക്കെട്ട്, ഈ കള്ളക്കഥ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ആ അംബേദ്കറുടെ കാര്യം പറഞ്ഞത് അത് തന്നെയാണ് മറ്റത്തൂരിലെ കാര്യം. അവിടെ ഒരു ഓപ്പറേഷൻ ലോട്ടസ് ഉണ്ടെങ്കിൽ ലോട്ടസ് അധികാരത്തിൽ വരണ്ടേ? മറ്റത്തൂർ പഞ്ചായത്ത് ലോട്ടസ് ആണോ? മറ്റത്തൂർ വൈസ് പ്രസിഡന്റ് ലോട്ടസ് ആണോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലെ ലോട്ടസ് എന്ന് പറയുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താമര വിരിഞ്ഞോ? അത് നിങ്ങൾ അല്ലല്ല, നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് ഓപ്പറേഷൻ ലോട്ടസ്. ഞാനല്ല, ഓപ്പറേഷൻ ലോട്ടസ് എന്ന് നിങ്ങൾ എഴുതിയത് പറയാം. അല്ല, അതല്ല, ഞാനല്ലല്ലോ ഈ ചർച്ചയിൽ പ്രയോഗിച്ചത്, നിങ്ങളല്ലേ പ്രയോഗിച്ചത്, നിങ്ങളല്ലേ എഴുതി കാണിക്കുന്നത്. വായി തോന്നുന്നത് ചെയ്യാം, വങ്കത്തരം വിളിച്ചു പറയാം, എന്തും പറഞ്ഞ് BJP അപമാനിക്കാം. പത്തനംതിട്ടയിൽ ഇടതും വലതും ചേർന്ന് BJP പുറത്താക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചല്ലേ,
നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലെ നിങ്ങൾ അവരോട് ചോദിക്കുക. പത്തനംതിട്ട ചെയ്തത് ശരിയാണോ? കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയ്തത് ശരിയാണോ? എന്തേ നിങ്ങൾക്ക് നാവില്ലേ ചോദിക്കാൻ? അപ്പൊ ഇടതിനും വലതിനും സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് അംജോദെ നിങ്ങളുടെ ലക്ഷ്യം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. നിങ്ങൾ ശരി, അങ്ങനെയാണ് ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞാൽ കാരണം ബിജെപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യാറുള്ളത്, സിപിഎമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യാറുള്ളത്. ഈ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നിങ്ങൾ പത്തനംതിട്ടയിലെ കാര്യം ചോദിച്ചോ? എന്താ ചോദിച്ചില്ല? നിങ്ങൾ ചോദിക്കാതെ പത്തനംതിട്ടയിലെ കാര്യം, കൊടുങ്ങല്ലൂരിലെ കാര്യം നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ തോളിലിട്ടതാ. അപ്പോൾ വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് രണ്ട് വീരവാദികൾ പിണറായി വിജയനും വി ഡി സതീശനും BJP-യെ ഇല്ലാതാക്കാൻ പരസ്പരം ധാരണ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു ചർച്ചയുമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതവരുടെ പ്രഖ്യാപിത നയമാണ്. ശരി, ഞാൻ നിഷേധിക്കുന്നില്ല, അതവരുടെ പ്രഖ്യാപിത നയമാണ് എന്ന് ഇവിടെ അങ്ങ് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സംസ്ഥാന സമിതി എന്നാണല്ലോ വസീഫ് പറഞ്ഞത്. അവരവരുടെ പ്രഖ്യാപിത നയമായതുകൊണ്ട് ഞങ്ങൾ UDF വോട്ട് ചെയ്യും, UDF LDF വോട്ട് ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ ഈ ഏഷ്യാനെറ്റ് ചർച്ചയിൽ അംജോദെ നിങ്ങളല്ല പറയേണ്ടത്, അവർ പറയട്ടെ. BJP-യെ മാറ്റി നിർത്താൻ ഞങ്ങൾ UDF വോട്ട് ചെയ്യും, BJP-യെ മാറ്റി നിർത്താൻ ഞങ്ങൾ LDF വോട്ട് ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ ഇവർ പറയട്ടെ, പിണറായി വിജയൻ പറയട്ടെ, വി ഡി സതീശൻ പറയട്ടെ. അപ്പൊ ജനങ്ങൾ അത് തീരുമാനിക്കും. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. മറ്റത്തൂരിൽ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? മറ്റത്തൂരിൽ വാസ്തവത്തിൽ നിങ്ങളുടെ ചർച്ചയുടെ ഹെഡ്ലൈൻ വേണ്ടത് ഈ മറ്റത്തൂർ മോഡലിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചുരുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുതിര കച്ചവടം അത് കേരളത്തിൽ തുടരുമോ? എന്തായിരുന്നു നിങ്ങൾ ചർച്ച നടത്തേണ്ടിയിരുന്നത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കാരണം മറ്റത്തൂരിൽ BJP എന്താ ചെയ്തത്? ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? കേരളത്തിലെ കള്ളന്മാരായ, ക്ഷേത്രത്തിലെ സ്വത്ത് കട്ടുകൊണ്ട് പോകുന്ന കള്ളന്മാരായ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല. അതിനൊരു തീരുമാനമായി. അത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. ഒരു ഇടതുപക്ഷത്തിനും കൊടുക്കില്ല, ഒരു വലതുപക്ഷത്തിനും കൊടുക്കില്ല, CPM-നും കൊടുക്കില്ല, കോൺഗ്രസിനും കൊടുക്കില്ല. ഇവർ രണ്ടുപേരും കാട്ട് കള്ളന്മാരാണ്. അതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർക്ക് ഞങ്ങൾക്ക് 12 സീറ്റിൽ ഞങ്ങൾ 2ാം സ്ഥാനവും 4 സീറ്റിൽ BJP ജയിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് പോരാടുകയാണ്. അപ്പോൾ ഞങ്ങൾ 12 സീറ്റിൽ 2ാം സ്ഥാനവും 4 സീറ്റ് ഞങ്ങൾ ജയിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ 4 സീറ്റിൽ ജയിച്ച് ഞങ്ങൾ ആ 4 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ട് നിൽക്കുമ്പോഴാണ് കുതിരക്കച്ചവടം ഉണ്ടായത്. ആരാ കുതിരക്കച്ചവടം ചെയ്തത്? CPM-ആണ് ചെയ്തത്. ആ സമയത്താണ് ഒരു റിബലിനെ തട്ടിയെടുത്തുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കുതിരക്കച്ചവടം നടത്തിയത്. ആ കുതിരക്കച്ചവടം നടത്തുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കുതിരക്കച്ചവടം ഈ CPM-കാരൻ നടത്തി. പ്രതിപക്ഷ നേതാവിനെ തട്ടിയെടുത്തത് പണം കൊടുത്തിട്ടാണ്. എന്തേ നിങ്ങളുടെ ചർച്ചയിൽ അത് വന്നില്ല? തട്ടിപ്പാണല്ലേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. പണം കൊടുത്തുകൊണ്ട് അയാളെ കുതിരക്കച്ചവടം നടത്തിയപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് പിന്തുണ തരണം BJP. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കുന്നിടത്തോളം കാലം പിന്തുണ തരാൻ പറ്റില്ല. നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് വരുന്നവരെ എല്ലാം ഞങ്ങൾ സ്വീകരിക്കും. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്, അത് എവിടെയായാലും സ്വീകരിക്കും. ഇനി ആരെങ്കിലും ഈ കള്ളന്മാരായ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും പിന്തുണ കൊടുത്താൽ അവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?